ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കർക്കിടക സദ്യയ്ക്ക് എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായി കണ്ണാടിയിൽ മുരളിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സദ്യ ഒരുക്കുന്നത്. എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഒരുക്കുന്നത്. 100-ലധികം സഹായികളും ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 45 വർഷമായി കണ്ണാടിയിൽ മുരളിയാണ് കർക്കിടക സദ്യ നടത്തിവരുന്നത്. 31 ദിവസവും 5 കൂട്ടുകറികളോടുകൂടിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത്. എല്ലാ ദിവസവും പായസം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. 100-ലധികം സഹായികളുടെ പിന്തുണയോടെയാണ് മുരളി സദ്യ തയ്യാറാക്കുന്നത്. 5 തൊടുകറികളിൽ 1 തൊടുകറി ഇന്നത്തെ ദിവസം പാവയ്ക്ക കിച്ചടിയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ കിച്ചടികളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. പിന്നെ പായസങ്ങൾ ഇന്ന് കടലപ്രഥമനാണ്. അങ്ങനെ 5 ദിവസം 5 സൈസ് പായസങ്ങളും സാമ്പാർ, അവിയൽ, മറ്റ് തൊടുകറികൾ, പച്ചടി, പിന്നെ പ്രഥമനുണ്ട്, പാൽപ്പായസമുണ്ട്, ബ്രഹ്മസലിയുണ്ട്, കടലപ്പായസമുണ്ട്, അടപ്രഥമനുണ്ട്. അങ്ങനെ വിവിധമായ പായസങ്ങളും, തോരൻ, ബീൻസ് തോരൻ. പ്രതിദിനം 1000-ലധികം ഭക്തരാണ് കർക്കിടക സദ്യയിൽ പങ്കെടുക്കുന്നത്. പാചകവാതകം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് സദ്യ തയ്യാറാക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ സദ്യ നീളും. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ വിപുലമായ രാമായണ മാസാചരണ ചടങ്ങുകളാണ് നടക്കുന്നത്. പ്രഭാഷണവും പാരായണവും ഉൾപ്പെടെ മഹത്തായ അന്നദാനം നടക്കുന്ന വേളയിലാണ് നടക്കുന്ന സമയത്താണ് ഇന്ന് ഈ കർക്കിടക മാസം ഓച്ചിറയിൽ ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തർക്ക് വെയിലും മഴയും കൊള്ളാതെ ആഹാരം, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വളരെയേറെ ഒരുക്കത്തോടു കൂടിയാണ് ഭരണസമിതി ഈ പ്രാവശ്യത്തെ കർക്കിടക മാസാചരണത്തെ കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഭരണസമിതിയുടെ വിവിധ പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അന്നദാനത്തിൻ്റെ മാഹാത്മ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓച്ചിറയിൽ അന്നം മുട്ടാത്ത ഒരു സ്ഥലമാണ് ഓച്ചിറ എന്ന് പറയുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗ ജനങ്ങൾക്കും അന്നദാനം പ്രദാനം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ പ്രാവശ്യത്തെ അന്നദാനത്തിന് കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട്. കണ്ണാടിയിൽ ശ്രീമാൻ മുരളീധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആൾക്കാർ അന്നദാനം വിളമ്പുന്നതിനും അന്നദാനം തയ്യാറാക്കുന്നതിനുമായി ഓച്ചിറ ക്ഷേത്രത്തോടനുബന്ധിച്ച് ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 45-50 വർഷമായി 5 ദശാബ്ദങ്ങളായി ശ്രീമാൻ മുരളീധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.